ഹായ്, ലോങ് ടൈം നോ സീ. മടി കൊണ്ടല്ല, കുറേ ഇൻസെക്യൂരിറ്റീസ് ഉള്ളിൽ, കുറേ അനാവശ്യമായ ഇൻസെക്യൂരിറ്റീസ് ഉള്ളിൽ കുത്തി നിറച്ചത് കൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നത്. സംസാരിക്കാൻ അങ്ങ് തോന്നുന്നില്ലായിരുന്നു. ബട്ട് ദിസ് ഈസ് സംതിങ് ഐ റിയലി ലൈക്ക് ടു ഡു. വീഡിയോ ഉണ്ടാക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്തൊക്കെ സ്ട്രെസ് ഉണ്ടെങ്കിലും ഐ ഷുഡൻറ്റ് സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ആൻഡ് ലെറ്റ് മീ ഷോ യു വാട്ട് സ്ട്രെസ് ക്യാൻ ഡു ടു യു. ഡാർക്ക് സർക്കിൾസ്, എൻ്റെ മനോഹരമായ സുന്ദരമായ ബ്യൂട്ടിഫുൾ ഫേസിൽ കുറേ ആക്നെയൊക്കെ വന്നു. ഇപ്പോഴും ബ്യൂട്ടിഫുൾ ആണ്, പക്ഷെ എന്നാലും ഹെയർ ലോസ്, പിന്നെ 5 കിലോ കുറഞ്ഞു. സോ ദിസ് ഇസ് വാട്ട് സ്ട്രെസ് കെൻ ഡു ടു യു. ബട്ട് വി ആർ നോട്ട് ലെറ്റിംഗ് സ്ട്രെസ് വിൻ ദിസ് ടൈം. ആൻഡ് വീഡിയോ ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുക്കാൻ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഓ മൈ ഗോഡ്, ഐ ആക്ച്വലി ഹാവ് ഗോട്ട് ഗുഡ് ഡാർക്ക് സർക്കിൾസ്. ഞാനങ്ങനെ എന്നെ തന്നെ വീഡിയോയിൽ കാണിക്കാൻ തന്നെ എനിക്ക് മടിയായിരുന്നു. കാരണം അതിനോ എൻ്റെ മുഖം ഇങ്ങനെ ഉള്ളിലോട്ട് പോയി. പിന്നെ വീഡിയോ എടുക്കാതിരിക്കാൻ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, കാണുന്നവരൊക്കെ പറയുന്ന ഒരേ ഒരു കാര്യം, വെയിറ്റ് പോയല്ലോ, എൻ്റെ മുഖത്തെ ചബിനെസ് പോയല്ലോ, മുഖത്തെ ഗ്ലോ പോയല്ലോ, മുഖത്തെ ഐശ്വര്യം പോയല്ലോ. എനിക്കറിയാം, കാണുന്നവരൊക്കെ, അല്ലെ വീഡിയോ കോൾ ചെയ്യുന്നവരായാലും എന്നെ ജോലി സ്ഥലത്ത് കാണുന്നവരാണെങ്കിലും ഇത് തന്നെ പറയുന്നത്. അപ്പോൾ അത് കേട്ട് 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 ഇപ്പം എനിക്കെങ്ങനായി, വീഡിയോ കോളിലൊക്കെ വരാനൊരു മടിയായി. എന്തിന്, ഒരു ഫോട്ടോ എടുക്കാൻ തന്നെ മടിയായി. ഇന്നലെ ജോലിയുടെ ഇടയ്ക്ക് ഒരു ചേച്ചി പറഞ്ഞു, ഞാൻ ഇന്നലെ ഇരുന്നതിൻ്റെ വീഡിയോസൊക്കെ കണ്ടു, എന്താ അടിപൊളി സംസാരമാ, നല്ല രസമാണ് വീഡിയോസൊക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കുക, ഞാനൊരു സംഭവമാണല്ലേ. എനിക്കറിയില്ല ഞാനൊരു സംഭവമാണെന്ന്, പക്ഷേ വേറൊരാൾ പറഞ്ഞപ്പം എനിക്കങ്ങനെ തോന്നി, ഞാൻ പിന്നെ എന്തിനാ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് നിർത്തിയത്. ദിസ് ഇസ് സംതിങ് ഐ റിയലി ലൈക്ക് ടു ഡു, ദെൻ ഐ ഷുഡൻറ്റ് സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങി. യെസ്, ഐ ഗോട്ട് ഗുഡ് 6-7 hours of sleep. എണീറ്റതും ഐ ഹാഡ് എ ഗുഡ് ബോൾ ഓഫ് സ്പാഗ് ആൻഡ് വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. ഇനി അണിഞ്ഞൊരുങ്ങി നമുക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിലേക്ക് പോകാം. ഈ ക്ലാസ്സൊക്കെ പണ്ടേ തീരേണ്ടതായിരുന്നു, പക്ഷേ എൻ്റെ മടി അതൊറ്റ ഒരു കാരണം കൊണ്ട് ഞാൻ ഡിലേ ചെയ്ത് ഇപ്പോൾ പോകാൻ റെഡിയാവാൻ പോവാണ്. ബൈ ദ ബൈ, ദാറ്റ്സ് ആൻ അപ്ഡേറ്റ്. ഞാൻ വീണ്ടും വീട് മാറുകയാണ്. അച്ഛൻ പട്ടാളത്തിലായിരുന്നത് കൊണ്ട് വീട് മാറുന്നത് ഒരു പുത്തരിയല്ല. ഇത് ഈ വർഷത്തെ 3ാമത്തെ വീടാന്ന് തോന്നുന്നു. കണ്ടു, ഇഷ്ടപ്പെട്ടു, ഇനി മാറി. ഐ എം വെയറിങ് ദിസ് ടീഷർട്ട്. ഇതിലെന്താ എഴുതിക്കുന്നത് വെച്ചാൽ, ഫിയർ ഇസ് സ്റ്റുപ്പിഡ്, സോ ആർ റിഗ്രറ്റ്സ്. അതെല്ലാം മനസ്സിലായോ? അത് തന്നെ സംഭവം. ഓൾസോ എനിക്ക് പണ്ട് നന്നായിട്ട് ഫിറ്റ് ആയിക്കൊണ്ടിരുന്ന പാൻറ്റാണ് ഈ പാൻറ്റ്. കിടക്കുന്ന കിടപ്പ് കണ്ട വി ആർ ഗോണ ഓവർകം ദിസ്. ഒറ്റ രാത്രി കൊണ്ട് ഫുഡ് കഴിച്ച് തടി വെച്ച് ഐ ക്യാൻ ഫിക്സ് ദിസ് എന്നെനിക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഷീനിൽ നിന്ന് ഈ സാധനം മേടിച്ചു. കാണുന്നുണ്ടോ? ഇതിങ്ങനെ നമ്മൾ ഒട്ടിച്ചാൽ ഇതിങ്ങനെ ഇരിക്കും. കാണിച്ചു തരാനാണ്. ഇതാണ് ഇങ്ങനെ പിന്ന് പോലുള്ളൊരു സാധനമാണ്. ഇതിങ്ങനെ അങ്ങോട്ട് കുത്തുക, വേറെ അങ്ങനെ കുത്താതെ നോക്കുക. ദിസ് ഇസ് ദ പാൻറ്. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഇനി എൻ്റെ മെയിൻ മോട്ടീവ്. ബ്രസീൽ നട്ട്സ് കാണാൻ ചക്കക്കുരു പോലെ ഇരിക്കുമെങ്കിലും ഇത് ചക്കക്കുരു അല്ല. ദിവസം ഒരു 2 കഴിച്ചാൽ 2-3 കഴിച്ചാൽ നല്ലതാണെന്നാണ് ChatGPT പറഞ്ഞത്. അത് കഴിഞ്ഞ് ഡാഡി വിളിച്ച് വീട്ടിലുണ്ടാക്കിയ വിഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് തന്ന് കൊതിപ്പിച്ചു. ലെറ്റ്സ് ഗോ. സോ I've got these protein bars. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ. Autumn is beautiful. Let me show you. I'm late. I'm 6 minutes late. അങ്ങനെ പറയിപ്പിച്ച പോലെ പറയല്ലേ. അങ്ങനെ അറിയാത്ത പോലെ ഭയങ്കര കാഷ്വലായിട്ട് പറഞ്ഞാൽ മതി. ഇങ്ങനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞാൽ മതിയേ. ഇതാണ് എൻ്റെ ഡ്രൈവിംഗ് സാർ. ഭയങ്കര നന്നായിട്ട് ക്ലാസ് പറഞ്ഞു തരുന്ന സാറാണ്. എല്ലാവരും മാലോയിലുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്യുക. ഞാൻ നല്ല സ്റ്റുഡൻ്റ് ആണെന്ന് പറയുമോ? അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിന് നല്ല സ്റ്റുഡൻ്റ് ആണ്, നന്നായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ഇല്ല, തമാശല്ല, നന്നായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട്. നല്ല ഡ്രൈവറാണ്. അതിനേക്കാൾ ഉപരി എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഞാനൊരു പട്ടാളക്കാരനാണ്. ഒരു പട്ടാളക്കാരൻ്റെ മോളാണെന്ന് വളരെ സന്തോഷമുണ്ട്. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. താങ്ക് യു. ജോസഫ് ഏട്ടൻ ജൂലി ചേച്ചിനെ അടച്ചിട്ട് ലോക്ക് ചെയ്തിട്ടാ പോവാറ്. കീ തന്നു. അപ്പം ജൂലി ചേച്ചിനെ പോയി കാണാൻ.
പാവം അവിടെ നിന്ന് പാത്രം കഴുകാണെന്ന് തോന്നുന്നു. ജൂലി ചേച്ചിനെ കൊണ്ട് ജോസഫ് ഏട്ടൻ പണിയൊക്കെ എടുപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് കണ്ടോ, പാവം അവിടെ നിന്ന് ഒരച്ചരച്ച് കഴുകുന്ന കണ്ടോ നിങ്ങൾ? പണിയെടുക്കാണോ ചേച്ചി? വെള്ളമില്ലടി. ജോസഫ് ഏട്ടൻ ചേച്ചിനെ കൊണ്ട് പണിയെടുപ്പിക്കാണോ? ജോസഫേട്ടനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കും. ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയായിരുന്നു ചേട്ടൻ ചേച്ചിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണെന്ന്. ചായയും പലഹാരമൊന്നും ഇല്ലേ? ആദരി ചേച്ചിയില്ല? ഹൈ, പക്കവട. പക്കവട അല്ല, എന്തായിരുന്നു? ആദരി ചേച്ചിയില്ല? നിങ്ങളുടെ വീട്ടിലൊരു ബ്രൈറ്റ്നസ് ഇല്ലല്ലോ. ബൈബിൾസോ? ബ്രൈറ്റ്നസ് ഇല്ലാന്ന്. നിനക്ക് ഞങ്ങൾ അമ്മ വാങ്ങിച്ചു വെച്ചതാ. നീ വരുന്നോടെ ഇത് അന്ന് മേടിച്ചിട്ട് എങ്ങനെ ആരും തൊടാതിരുന്നു? അതാ നിന്റെ ഇന്നലെ വിളിച്ചത്. നിന്നെ കണ്ട് കുറെ നാളായില്ലേ. ഞങ്ങളിവിടെ ഇഡ്ഡലി പായസം വേണം. വേണ്ട അന്നത്തെ പായസം വേണ്ട. ഇന്ന് മുതൽ ഹെൽത്തി ഫുഡേ കഴിക്കൂ. ഹെൽത്തി ഫുഡ് എന്നല്ല, ഇത് സ്നാക്സ്. ഇത് ഹെൽത്തി ചേച്ചി. അതല്ല ഇതിന്റെ കവർ. ഇത് അരി കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഇതിൽ എള്ളുണ്ട്. ഞാനും അതെ ഡയറ്റിങ്. ചോറ് മാത്രമേ കഴിക്കും. റെഡി ആയിക്കോളെ, ഫുഡല്ലേ തരുന്നേ. ജൂലി ചേച്ചിയുടെ വക ഫുഡ്, പ്രോട്ടീൻസ് നിറഞ്ഞ ഫുഡ്. എല്ലാ വൈറ്റമിൻസും ഉണ്ട്. എല്ലാ വൈറ്റമിൻസും ഉണ്ട്. ഞാൻ ഇനി ഗുണ്ടുമണിയാവും. ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറെ നാളായെന്ന് പരാതിയായിരുന്നു. ആ പരാതി ഞാൻ ചോറ് കഴിച്ചങ്ങ് തീർത്തു. ചേച്ചി വിചാരിക്കും ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഞാൻ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ പറ. പണിയെടുക്കാതിരിക്കുമ്പം എന്താ പറഞ്ഞേ? സിംഗിൾ ബ്ലോക്ക് ആയതുകൊണ്ട് എനിക്ക് പണിയെടുക്കാൻ തോരാ. എന്നിട്ട് നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങ് വരെ. നീ പറ്റില്ലെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് വരാം. ഈ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എനിക്ക് കുറച്ച് മ്ലാനതയായതുകൊണ്ട് ഞാൻ വീട് ജോലി എന്ന് മാത്രം നടക്കുമായിരുന്നു. കൂട്ടുകാരൊന്നും കാണാൻ പോകുന്നില്ല. എന്തിനാ എന്നെ ഇങ്ങോട്ടായാലും വിളിച്ച് ഞാൻ ഫോൺ പോലും എടുക്കില്ല. കാരണം ഫോൺ ഏതേലും മൂലയ്ക്ക് കിടക്കായിരിക്കും. നിന്റെ ജോച്ചായൻ നിന്റെ മോൻ കാണുന്നില്ല. ഇങ്ങോട്ടോ അടുത്തോട്ട് വാ. ഹൈറ്റും ഇല്ല, കുറച്ചുകൂടെ അടുത്തോട്ട് വാ. Hi guys, ആൻമരി ഉള്ള നമുക്ക് സൂസിനെയും കൂടെ കണ്ടിട്ട് I'll go home. ലിഡിയ വന്നിട്ടുണ്ട്. I have to pick her. ഒന്നുമില്ല. Say that again. Sina Susi, come on. Say that again, please. എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയൂ പ്ലീസ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ അറിയാവോ? വണ്ടി ഓടിക്കാൻ അറിയില്ല. ഞാൻ പോവാ ചേച്ചി. ബൈ. ഭർത്തിയാ പറമ്പിൽ പോകാതിരുന്നാ മതി. ഇതാണ് ഞങ്ങളുടെ നല്ല പശുമ്പ. ഞങ്ങളുടെ സ്വന്തം പശുമ്പയാണിത്. നേരം ചേച്ചി. ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്. എല്ലാവരുടെയും പരാതി ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, വന്ന് മീറ്റ് ചെയ്യുന്നില്ല, എന്തിനും മെസ്സേജ് അയച്ചാൽ പോലും റിപ്ലൈ തരുന്നില്ല എന്നായിരുന്നു. ഓൾസോ പണ്ട് എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ട്, കീപ് യുവർ ഫ്രണ്ട്സ് ക്ലോസ് ആൻഡ് ഇഫ് യുവർ ഫ്രണ്ട്സ് ലൈക്ക് ദം, കീപ് ദം ക്ലോസർ. Hi, are you single? Lydia, we are here to buy groceries. Not. The red. Take it. It's for Christmas. Take it. വിക്രമാദിത്യൻ്റെ കൂടെ വേതാളം നടക്കുന്നതിൻ്റെ കൂട്ട് എൻ്റെ കൂടെ എപ്പോഴും ഈ വേതാളം കാണും. ഇനി ഒരു ഐസ്ക്രീം ആവാം. പിന്നെ ഗൈസ്, ഇതാണ് മറിയയുടെ പെർഫ്യൂം ഷോപ്പ്. പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ ആള് പുലിയാണ്. വെൽ, എല്ലാവരെയും ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല, ബട്ട് ഇവരൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ സമ്പാദ്യം. ആൻഡ് ഐ എം സോ ഗ്ലാഡ് ആൻഡ് ഹാപ്പി ദാറ്റ് ഐ ഹാവ് പീപ്പിൾ അറൌണ്ട് മീ ലൈക്ക് ദം ഹിയർ. ഇഫ് യു ആർ ഓൾസോ ഹാവിംഗ് മ്ലാനത, ഡോണ്ട് വറി, എവറിത്തിങ് വിൽ ബി ഫൈൻ. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.